നിലമ്പൂരിൽ നാം കാണാൻ പോകുന്നത് 3 മുന്നണികൾ മാത്രമല്ല, അൻവർ എന്ന നിലമ്പൂരിൻ്റെ സുൽത്താനായ അറിയപ്പെടുന്ന ഒരു MLA കൂടിയുണ്ട്, മുൻ MLA ആണ്. അപ്പോൾ ആ മത്സരം എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഏറ്റവും അവസാനം BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. UDF വലിയ പ്രതീക്ഷയിലാണ്, LDF വലിയ പ്രതീക്ഷയിലാണ്. അവിടെ ഫ്ലെക്സുകൾ നിറയുകയാണ്. അൻവർ തുടരും. 4 വൻപൻ ചിഹ്നങ്ങൾ: വാരിവാൾ ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി, അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നം അത് അൻവറിൻ്റേതാണ്. അതുപോലെ താമര ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നം. ഇതിൽ പരം ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയം ക്ലോസായി വാച്ച് ചെയ്യുന്ന ആർക്കും ഇതിനേക്കാൾ നല്ലൊരു ചിത്രം ലഭിക്കാനില്ല. കാരണം ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് അൻവറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ പൂവ് ഇന്നും നാളെയുമല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അത് അൻവറാണ്, അൻവറിസം. പക്ഷെ ദീദി അങ്ങിരുന്ന് കാണുന്നുണ്ട്. ബംഗാളിലിരുന്ന് കൽക്കട്ടയിലിരുന്നു കൊണ്ട് മമതാ ബാനർജി എന്ന ദീദി ഇതൊക്കെ കാണുന്നുണ്ട്. നാളെയും അൻവറിനെ തൃണമൂലിൽ നിൽക്കണമെങ്കിൽ വിടുവ പറഞ്ഞ് നടന്നാൽ പോരാ, നിൽക്കുന്നെങ്കിൽ ഉറച്ചു നിൽക്കണം, നിൽക്കാനാണെങ്കിൽ അങ്ങ് നിൽക്കണം. അത് മാറ്റി 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 പറഞ്ഞ് ഈ വാർത്താ പ്രാധാന്യത്തിൽ ഇങ്ങനെ എത്ര കാലം ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനാവും? അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇനി മാറ്റമുണ്ടാകാനില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി കൃത്യമായി അവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്വരാജ് എല്ലാം സ്വദേശികളാണ്. അപ്രതീക്ഷിതമായ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. അപ്പോൾ അധികമൊന്നും ഒരുപക്ഷെ മോഹൻ ജോർജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലായിരുന്നു ഇതുവരെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് BJPയിലേക്ക് വരികയാണ്, സ്ഥാനാർത്ഥിയായി മാറുകയാണ്. ക്രൈസ്തവ ജനസാമാന്യത്തെ, കേരളത്തിൻ്റെ 18% വരുന്ന, ഏതാണ് നിലമ്പൂരിലും ഏതാണ്ട് സമാനമായ നമ്പേഴ്സ് ഉണ്ട്. കുടിയേറ്റ മേഖലയാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നൊക്കെ, കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗത്തു നിന്നൊക്കെ, ക്രൈസ്തവ ബെൽറ്റിൽ നിന്നും മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തേക്ക്, നിലമ്പൂർ, ചുങ്കത്തറ ഇങ്ങനെ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ഒരുപാട് മലയോര കർഷകരുണ്ട്, ക്രൈസ്തവരാണ്. അപ്പോൾ അവരുടെ വോട്ട് മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലെ ഉൾപ്പെടെ ക്രൈസ്തവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുക. ഇങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ത്രെഷോൾഡ് പവറിൽ നിന്നും വിന്നിംഗ് പവറിലേക്ക് BJPക്ക് വരാനാവൂ. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയില്ല എന്ന് അറിയാത്തത് കൊണ്ടല്ല, BJPക്ക് അറിയാം. അത് BDJSന് വെച്ച് നീട്ടിയ സീറ്റ് BDJS മത്സരിക്കുന്നില്ല. BJP ഒരു മത്സരത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ മത്സരിക്കാൻ ഭയമാണ് എന്ന് പറയുമ്പോൾ ഒരു ദേശീയ പാർട്ടിയാണ്, ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് മത്സരിച്ചേ മതിയാകും. അത് കറക്റ്റ് തീരുമാനമാണ്. അപ്പോൾ എല്ലാ പാർട്ടികളും തൃണമൂൽ ഉൾപ്പെടെ ധൈര്യപൂർവ്വം മത്സരിക്കാൻ വന്നു. ഭൈമി കാമുകർ അനേകം. അതുകൊണ്ടാണ് ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂർ നീങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ UDFO LDFO വിജയസാധ്യതയുള്ള മുന്നണികളാണ്. NDA മുന്നണിക്ക് അവിടെ വിജയസാധ്യതയില്ല, അൻവറിനും അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന് അൻവർ പറയുന്നില്ല. പക്ഷേ ആരെയാവും അൻവർ പരാജയപ്പെടുത്തുന്നത്? അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും BJPയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും UDFനാണോ LDFനാണോ മേൽക്കൈ ലഭിക്കാൻ പോകുന്നത്? അല്ല, ഏറ്റവും അവസാനം അൻവറിന് തന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളതായി തോന്നുന്നുണ്ടല്ലേ. കാരണം LDFനെ പരാജയപ്പെടുത്തണോ UDFനെ പരാജയപ്പെടുത്തണോ എന്ന് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹം തുടക്കം ഇറങ്ങിയത് LDFനെ പരാജയപ്പെടുത്താനാണല്ലോ. ഈ ഡോൺ ക്വിറ്റ് ഷോട്ട് എന്നും പറഞ്ഞൊരു സെർവാൻറ്റിസിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ഈ റെനേസൻസിനൊക്കെ മുൻപ് നടന്ന ഒരു യൂറോപ്യൻ കഥാകാരനാണ്. ആ ഒരു സെർവാൻറ്റിസിൻ്റെ ഡോൺ ക്വിറ്റ് ഷോട്ട് ക്യാരക്ടർ കണ്ടതിനെല്ലാം തകർത്ത് എതിർത്തങ്ങ് മുന്നേറുകയാണ്. അപ്പോൾ വിൻഡ് മില്ലൊക്കെ കാണുമ്പോൾ അദ്ദേഹം കുന്തവുമായി കുതിരപ്പുറത്ത് പാഞ്ഞു ചെല്ലും. അതാ ശത്രു നിൽക്കുന്നു. ഇത് കാറ്റാടി യന്ത്രമാണ്. അതിനെതിരെ പോലും യുദ്ധം ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ PV അൻവറും കടന്നു വരുന്നു എന്നാണ് ഇതിൻ്റെ സൂചന. അപ്പോൾ PV അൻവർ ആരോടാ? പിണറായിൻ്റെ പിതാവാണ്, പിതൃസ്ഥാനീയനാണ്, അപ്പൻ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്ന ആള് പിന്നീട് പിണറായിയെ വിളിച്ചത് അപ്പൻ്റെ പേര് ചേർത്തല്ല, വേറെ ചില പേര് ചേർത്താണ് പിന്നീട് സംസാരിച്ചത്. അത് ആരും മറന്നിട്ടില്ല. മാത്രമല്ല UDFൻ്റെ ചില നേതാക്കളെ വീഴ്ത്തുന്നു. ഇപ്പോൾ സതീശനിസമാണ് UDFൻ്റെ ഒരു ഓപ്പറേഷണൽ ഡൈനമിസം. അതുകൊണ്ട് സതീശനെതിരെ വാളും പരിചയം ഏട്ടത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഇപ്പം പിണറായിസമാണോ സതീശനിസമാണോ അതോ മറ്റെന്തെങ്കിലും ഇസമാണോ? അല്ല, ഇതിനിടയ്ക്ക് ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരാമർശങ്ങൾ വരും ഇടയ്ക്കല്ല. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരാമർശമൊക്കെ വരുന്നതിന് പിന്നിൽ വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇദ്ദേഹം പെട്ടിരിക്കുന്ന പല കേസുകളും, PV അൻവർ പെട്ടിരിക്കുന്ന പല കേസുകളുടെയും പിന്നിൽ, അത് ഭൂമി ഉൾപ്പെടെയുള്ള കേസുകളുടെ പിന്നിൽ ആര്യാടൻ ഷൗക്കത്താണ് എന്നൊരു ചിന്ത. ട്രഡീഷണലി ഫാമിലി റൈവലറി ഉണ്ട്.
അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് മുൻപ് തന്നെ ഉണ്ട്. അത് അൻവറിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം കൂടിയാണ് ആര്യാടൻ. അതുകൊണ്ടാണ് മുൻകൂട്ടി UDF പ്രവേശനമൊക്കെ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവിടെ ഒരു സ്ഥാനാർത്ഥി VS ജോയ് മത്സരിക്കട്ടെ, മലയോര കർഷകരുടെയൊക്കെ ഒരു മുഖമായി വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മുൻകൂട്ടി എറിഞ്ഞു വെച്ചതാണ്. UDF അതിൽ അങ്ങ് വീഴുമെന്നാണ് വിചാരിച്ചത്. അത് അൻവറിനെ പിണക്കി UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് അൻവർ കരുതിയില്ല. അതുകൊണ്ട് UDF ധൈര്യപൂർവ്വം അൻവറിൻ്റെ വിരട്ടൊന്നും തന്നെ, ബ്ലാക്ക് മെയിലിംഗ് ഒന്നും തന്നെ ഏശിയില്ല. UDF കൃത്യമായ സ്ഥാനാർത്ഥി നിർത്തി. ആര്യാടൻ ഷൗക്കത്തിന് ഇവിടെ എതിരുണ്ട്. തീർച്ചയായും ചില മുസ്ലിം സംഘടനകൾ അല്ല, അത് ഒരു വലിയ പ്രതിസന്ധി ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടം തന്നെ നേരിട്ടെത്തി അൻവറിനെ കാണുകയാണ്. ഇവിടെ ഈ ഫോർമുല 1 കാറോട്ടത്തിലൊക്കെ പോൾ പൊസിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാറിനെ മുൻ മത്സരങ്ങളിൽ ജയിച്ചു വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾക്ക് പോൾ പൊസിഷനിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജിയസ് ട്രാക്കാണ് കിട്ടുക. അങ്ങനെ ഒരു അഡ്വാൻറ്റേജിയസ് ട്രാക്കിൽ നിന്നുകൊണ്ടാണ് UDF മത്സര സമയത്ത് ഈ മത്സര ചിത്രം വ്യക്തമാകുന്നതിന് മുൻപ് തന്നെ UDF പോൾ പൊസിഷനിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, ആര്യാടൻ ഷൗക്കത്തൊക്കെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് അൻവർ LDF നിന്ന് ഇറങ്ങി. അപ്പോൾ അൻവർ ഇനിയും LDFിൻ്റെ ഒരു വോട്ട് ബാങ്ക്, LDFിൻ്റെ ഒരു മുഖമാവില്ലല്ലോ. അതുകൊണ്ട് അൻവർ UDFിനോടൊപ്പമേ ചേരാനാവൂ. അൻവറിന് വേറെ വഴികളില്ല. മെരുക്കിയെടുത്ത് അൻവറിനെ കൂടെ നിർത്താം. UDFിന് പരമ്പരാഗതമായി വേരോട്ടമുള്ള നല്ല ശക്തിയുള്ള മണ്ഡലമാണ്. മുസ്ലിം ലീഗിൻ്റെ അണികൾ ധാരധാരയായി വന്ന് വോട്ട് ചെയ്യും. കോൺഗ്രസിനുള്ളിൽ ചില പണക്കങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. അത് എക്കാലത്ത് എല്ലായിടത്തും ഉണ്ട്, അതവിടെയുമുണ്ട്. പക്ഷേ കോൺഗ്രസിനും ആര്യാടൻ്റെ ഒരു കാലത്തൊക്കെ കോൺഗ്രസിൻ്റെ ഒരു അസ്തിത്വം, മലപ്പുറം ജില്ലയിൽ ഒറ്റയ്ക്ക് കോൺഗ്രസിനെ നെഞ്ചിലേറ്റി തോളിലേറ്റി നടന്ന വിഖ്യാതനാണ് ആര്യാടൻ മുഹമ്മദ്. അപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ സാധ്യതയുണ്ട് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മത്സരിക്കാൻ ഇറക്കിയതും. പക്ഷേ ആ പോൾ പൊസിഷനിൽ നിന്നും കോൺഗ്രസ് ഒരുപാട് പിന്നോട്ട് പോയി. അതിൻ്റെ ഒന്ന്, ഈ അൻവർ വിഷയത്തിൽ ഇപ്പം പിണറായി വിരുദ്ധതയല്ല അവിടെ ചർച്ചാ വിഷയം, ഭരണവിരുദ്ധതയല്ല. അതൊരു വലിയ വസ്തുതയാണ്. ഭരണവിരുദ്ധത വലിയ വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലമ്പൂരിലെ ചർച്ചാ വിഷയം വളരെ ഭംഗിയായി LDFിനെ മാറ്റിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു. ഭരണവിരുദ്ധ അവിടെ ചർച്ചാ വിഷയമല്ല. അവിടെ ചർച്ചാ വിഷയം അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, ആ സ്വദേശിയായ സ്ഥാനാർത്ഥി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുതെ ആവശ്യമില്ലാതെ പോയി വെല്ലുവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഇറക്കൂ, സ്വരാജിനെ ഇറക്കൂ, സ്വദേശവാസിയല്ലേ, നിങ്ങളെന്താ ഭീരുക്കളെ പോലെ മാളത്തിൽ വിളിച്ചിരിക്കുന്നു, എന്നാൽ പിന്നെ പിടിച്ചോ സ്വരാജ് എങ്കിൽ സ്വരാജ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ LDFിനെ അവിടെ നമിച്ചിരിക്കുന്ന LDFിന് സ്ഥാനാർത്ഥി നിർണ്ണയം അപ്പോൾ സ്വരാജിനേക്കാൾ മെച്ചപ്പെട്ടൊരു സ്ഥാനാർത്ഥിയില്ല. അതിനേക്കാൾ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്ന ഇന്നലത്തെ കൂടിക്കാഴ്ചയാണ്. ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആരും ഇങ്ങോട്ട് വരണ്ട, വക്കാലത്ത് പിടിക്കാൻ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് അൻവർ കലിതുള്ളി പറയുകയാണ്. അവിടെ തലയെ മുണ്ടുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ VD സതീശൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, UDF കൺവീനർ പറയുകയാണ്. അല്ല, UDF കൺവീനറും പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നു. എന്താണ്, ഞങ്ങൾ ഔപചാരികമായി ആരെയും വിട്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം തീരുമാനമനുസരിച്ച് കണ്ടതാണ്. രാഹുൽ അല്ല, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കാരണം ഒരു MLA ആണല്ലോ കോൺഗ്രസിന്റെ MLA ആണ്. വലിയ പോരാട്ടത്തിലൂടെ, രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ പാലക്കാട് പിടിച്ചടക്കിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഇതൊക്കെ പക്ഷേ ഒരു രാഷ്ട്രീയ നേതാക്കൾ, അത് കോൺഗ്രസിന് ചില രീതികളുണ്ട്. കോൺഗ്രസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇതിനകത്തൊക്കെ ഇപ്പോൾ CPMനെയൊക്കെ അക്കാര്യത്തിൽ കണ്ടുപഠിക്കണം. CPMനൊരു സംഘടനാ സംവിധാനമുണ്ട്, ചില ചട്ടക്കൂടുണ്ട്. ആരോട് സംസാരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. ഇത് പാർട്ടി വിപ്പെന്ന് പറയുന്നത് തരൂറിനെ പാർട്ടി വിപ്പ് ചട്ടം പഠിപ്പിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ ആരെയും ചട്ടം പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി ഉറഞ്ഞു തുള്ളുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നുണ്ടോ? അതുകൊണ്ടാണ് കോൺഗ്രസിനോട് സ്നേഹമുണ്ട്. അവിടുത്തെ ആളുകൾ ആർക്കും കോൺഗ്രസ് വിരോധമൊന്നുമില്ല അവിടെ. പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്തൊരു 65,000-ഓളം വോട്ടിൻ്റെ ലീഡാണ് ആ മണ്ഡലത്തിലുള്ളത്, ഇല്ലേ? രാഹുൽ ഗാന്ധിക്ക് സമാനമായ 59,000 വോട്ടിൻ്റെ ലീഡുണ്ട് അവിടെ. അത്രയും ലീഡുള്ള ഒരു മണ്ഡലം. ഇപ്പോൾ ഇത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന സെഗ്മെൻ്റ് ആണല്ലോ നിലമ്പൂർ. അത്രയും ഹോൾഡുണ്ട്. അപ്പോൾ കോൺഗ്രസ് വിരോധമൊന്നുമില്ല അവിടെ. പക്ഷേ സ്വന്തം അണികളെ, സ്വന്തം പിന്തുണക്കാരെ, കോൺഗ്രസ് സിമ്പതൈസേഴ്സിൻ്റെ വോട്ട് വാങ്ങി എടുക്കാൻ തക്ക ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് പലപ്പോഴും കഴിയാറില്ല. മുൻകാലങ്ങളിൽ തോറ്റത് കോൺഗ്രസിന് ദൗർബല്യം കൊണ്ടാണ്. TK ഹംസ കോൺഗ്രസ്സുകാരനായിരുന്നു, ഇടതുപക്ഷം നിർത്തി വോട്ടും ജയിപ്പിച്ചെടുത്തു, അല്ലേ? അൻവർ കോൺഗ്രസ് വിട്ടുപോയ ആളാണ്. അപ്പം ഇടതുപക്ഷം സമർത്ഥമായി പൊളിറ്റിക്കൽ മാനേജ്മെന്റ് നടത്തി. കുഞ്ഞാലി അവരുടെ ഇടതുപക്ഷത്തിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ജനത്തിൽ മത്സരിച്ചാണ്, മറ്റൊരാളും കൂടെ മത്സരിച്ചു. 3 പേരെ അരിവാൾ ചുറ്റിക നക്ഷത്രം ജനത്തിൽ മത്സരിച്ചിട്ടുള്ളൂ നാളെ വരെ. അതിൽ മൂന്നാമനാണ് ഈ പറയുന്ന
പിന്നെ സ്വരാജ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ബാലികേറാമലയാണെന്ന് തോന്നാമെങ്കിലും ഒത്തുപിടിച്ചാൽ ഇടതുപക്ഷത്തിന്റെ കോർ വോട്ട് അത് നിർണായക വോട്ടാണ്. അതോടൊപ്പം തന്നെ ഈ BJP ലക്ഷ്യമിട്ടിരിക്കുന്നത് ക്രൈസ്തവ വോട്ടാണ്. ആ ക്രൈസ്തവ വോട്ടുകൾ എല്ലാ കാലത്തും ലഭിക്കുന്ന UDF-നാണ്. ഇപ്രാവശ്യം വോട്ട് കച്ചവടം എന്ന പഴി ആരും കേൾക്കില്ല. അല്ലെങ്കിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, BDJS ആണ് നിർത്തുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ BJPയെ വോട്ട് കച്ചവടക്കാരായി ആക്ഷേപിക്കുമായിരുന്നു. BJPക്കും മുഖം രക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ദേശീയ പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഓടി ഒളിച്ചു എന്ന പരിഹാസത്തിന്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങാൻ BJP വിധിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയായി വരികയാണ്. ആ തദ്ദേശവാസിയാണ്, അഡ്വക്കേറ്റാണ്, മാർത്തോമ സഭക്കാരനായ ആളാണ്. നോക്കൂ, ഓർത്തഡോക്സ് മാർത്തോമ യാക്കോബ സഭകളും മലങ്കര സഭകളുടെ ഒരു ആഗമന ചിത്രവും ഒക്കെ നോക്കുമ്പോൾ BJP ഈസ് മേക്കിംഗ് ഇൻറോഡ്സ് ഇൻ ടു ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ്. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ ഇടതുമുന്നണിയും കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF-ഉം ഈ പിന്നെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി അവിടെ നിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളിതാ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അപ്പം ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ആത്യന്തികമായ ഗുഡ്വില്ലാണ്. അത് ഇപ്പോൾ വോട്ടായി കാര്യമായി മാറില്ല എന്ന് തന്നെ കരുതാം. പക്ഷേ ഞങ്ങൾ ധൈര്യപൂർവ്വം ഒരു ക്രിസ്ത്യാനിയെ സന്ദേശമാണോ നിർത്താത്ത കോൺഗ്രസിന്? അതെ, ജോയിയെ നിർത്താത്ത കോൺഗ്രസ്, അതുപോലെ തോമസ് മാത്യുവിനെ നിർത്താത്ത CPM, അല്ലെങ്കിൽ നിലമ്പൂർ ഒരു സ്വതന്ത്രനായ മുൻപ് തോമസ് മാത്യു മത്സരിച്ചതാണ്. അവിടെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു ക്രൈസ്തവ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ. ഇതാ മലയോര കുടിയേറ്റ പിന്നെ വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഞങ്ങൾ വരുന്നു. അപ്പൊ അൻവറിന് ഒരു താക്കിയതാണ്. അൻവർ ഇപ്പം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടം, പ്രകൃതി, വന്യജീവി, മനുഷ്യ സംഘർഷം, മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ വിഷയമായി അൻവർ ഉന്നയിക്കുമ്പോൾ അതുപോലെ സമൃദ്ധമായി അതേ വിഷയങ്ങൾ കുറച്ചുകൂടെ ദേശീയ പാർട്ടിയുടെ ലേബലിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അപ്പം ചിഹ്നങ്ങളുടെ കാര്യത്തിൽ ഞാനതാ തുടങ്ങിയത്. ചിഹ്നങ്ങൾ ഇങ്ങനെ ചിഹ്നം പിടിച്ച് നിൽക്കുകയാണ്, 4 ആനകൾ ചിഹ്നം പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ആകർഷകമായ ഒരു മത്സര അന്തരീക്ഷം, പ്രവചനാതീതമായ UDF-ഓ LDF-ഓ എന്നത് ഇപ്പോഴത്തെ നിലയിൽ പ്രവചിക്കാനാവാത്ത നിലയിൽ അവിടെ BJP പിടിക്കുന്ന വോട്ടുകൾ, അതായത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ, അതുപോലെ അൻവർ പിടിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ, അതേക്കുറിച്ച് ഇപ്പോൾ വലിയ സൂചനയില്ല. 10,000-നും 15,000-നും വോട്ടിനിടയിലേക്ക് അൻവറിന്റെ വോട്ടുകൾ പിടിക്കാൻ സാധിച്ചാൽ, ഒരു പക്ഷേ സാധിക്കാതിരിക്കാൻ എന്താ കാരണം? സാധിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് ആരുടെ വോട്ടുകളാവും? അൻവർ സ്വതന്ത്രനായി മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ വോട്ടുകൾ പിടിക്കുവാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ LDF-ന്റെ ചില ആളുകളെങ്കിലും അൻവറിനുള്ള സൗഹൃദമനുസരിച്ച് അൻവറിന് വോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി സ്വരാജിന്റെ ഗതിയിൽ വീഴും. അൻവറിന്റെ വ്യക്തിബന്ധങ്ങൾ അൻവർ എത്രത്തോളം ഉപയോഗിക്കും തൃണമൂലോടൊരു ഫാക്ടറല്ല, പക്ഷെ പണം ഫാക്ടറാണ്. മമതാ ബാനർജി കെട്ടുകണക്കിന് പണം നൽകും, മുൻകാലങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. ഗോവയിൽ അസ്തിത്വം ഉണ്ടാക്കാൻ, ഗുജറാത്തിൽ അസ്തിത്വം ഉണ്ടാക്കാൻ ബംഗാളിൽ ഇരുന്നുകൊണ്ട് ദീദി ശ്രമിച്ചതിൻ്റെ ബാക്കി പത്രം കോൺഗ്രസിൻ്റെ അവിടങ്ങളിൽ തകർച്ചയായിരുന്നു. അതുപോലെ കോൺഗ്രസിനെ തകർക്കുക എന്ന മമതാ ബാനർജിയുടെയും തൃണമൂലിൻ്റെയും പദ്ധതിക്ക് അൻവർ ഒരു നല്ല പങ്കാളിയാകുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് വലിയ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നത്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഒരു മൃദു സമീപനം സ്വീകരിച്ചത്. അൻവറിനെ വെറുപ്പിക്കണ്ട, ചേർന്നെങ്കിൽ ചേർന്നോട്ടെ, അല്ലാതെ വലിയ തോതിൽ പോകണ്ട. അത് സതീഷിനെ ഉൾക്കൊണ്ടു. അപ്പോൾ അൻവറിനെ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ പ്രവേശിപ്പിച്ചില്ല. അതിന് വലിയ വില UDF നൽകേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ വില മാത്രമേ ആകുന്നുള്ളൂ. അൻവർ ആത്യന്തികമായി UDF-ൽ തൃണമൂൽ ലേബലിൽ പ്രവേശിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാമേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിരന്തരം UDF സംവിധാനത്തിന് തലവേദനയാകുമെന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായും UDF-ന്റെ സിംഹഭാഗവും UDF-ന്റെ ആയിരിക്കും. അതുകൊണ്ട് UDF-ന് ആദ്യം ലഭിക്കുമെന്ന് കരുതുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് വരുന്ന കുറവാണോ അതോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് പ്രവേശിക്കുമോ? പ്രത്യേകിച്ച് BJP ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ BJPയുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട് എങ്ങോട്ട് പോകും എന്നതും സംശയമാണ്. ഇടതുപക്ഷത്തേക്കാണോ UDF-ലേക്കാണോ ചായുന്നത് എന്ന് സംശയം ഇപ്പോൾ അതുമില്ല. അപ്പോൾ കൃത്യമായി അതത് പാർട്ടികളുടെ വോട്ടുകൾ പിടിക്കും. കോൺഗ്രസ് ഉൾപ്പെടെ ഇപ്പോൾ ഏകോപനത്തിന്റെ പാതയിലാണ്. അപ്പോൾ അവിടെ മറ്റ് വിമത ശല്യങ്ങളൊന്നും തന്നെ കോൺഗ്രസിന് ഇപ്പോഴില്ല. അപ്പോൾ പടലപിണക്കങ്ങൾ മാറി UDF സംവിധാനം കെട്ടുറപ്പോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോഴും UDF-ന് എഡ്ജുണ്ട് എന്ന് വേണേൽ പറയാം. കാരണം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ DNA അങ്ങനെയാണ്. പക്ഷേ അൻവർ എഫക്ട് ആൻഡ് BJP കാൻഡിഡേറ്റ് ആസ് എ ക്രിസ്ത്യൻ ആൻഡ് ഓൾസോ ദ ഡൈനമിസം ഓഫ് ദ ലെഫ്റ്റ് കാൻഡിഡേറ്റ്, ഇതെല്ലാം ചേർക്കുമ്പോൾ
കൃത്യമായി സങ്കീർണമായ അവസ്ഥയിലേക്ക് തന്നെയാണ് നിലമ്പൂർ നീങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.